ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനം. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. മാലാഖ വന്ന് പറഞ്ഞ മംഗളവാർത്തയെക്കുറിച്ച്, പുൽത്തൊട്ടിലിൽ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകേണ്ടി വന്നതിനെക്കുറിച്ച്, ആകാശത്തുദിച്ച നക്ഷത്രത്തെക്കുറിച്ച്, പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന ജ്ഞാനികളെക്കുറിച്ച്, അവർ അർപ്പിച്ച ആരാധനയെക്കുറിച്ച്, പിന്നെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് അവർ നൽകിയ സമ്മാനങ്ങളെയും കാഴ്ചകളെയും കുറിച്ച്, ആട്ടിടയന്മാരുടെ സന്ദർശനത്തെക്കുറിച്ച്, അങ്ങനെ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് മറിയം ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇന്ന് ദൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ 8 നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ സംഭാഷണത്തെക്കാൾ മൗനങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ ശക്തി ഏറും എന്ന് പരിശുദ്ധ മാതാവ് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കാൻ തിടുക്കം കൂട്ടുന്നവരാണെങ്കിൽ അതിനു മുന്നേ അമ്മ നൽകുന്ന ഈ മാതൃക വലിയ ഒരു അനുഗ്രഹമാണ്. കാരണം വാക്കുകളെക്കാൾ ശക്തിയുണ്ട് ചില സന്ദർഭങ്ങളിലെ മൗനങ്ങൾക്ക്. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.